വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ആട്ടോ. 1/2 കിലോന് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 കിലോ ചെമ്മീനിലേക്ക് നമ്മൾ അത് ഫ്രൈ ആക്കി എടുക്കണില്ല. ഫ്രൈ ആക്കി അധികം എണ്ണല്ലേ, അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫ്രൈ ആക്കി അല്ലാതെ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്തത് കേട്ടോ. ഒരു സവാള ഉള്ളൂ, അതൊന്ന് കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, വേഗം വാടാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അധികം എരിവ് വേണ്ട വിചാരിച്ചിട്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വേവാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അത് മസാല ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുള്ള 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോസ്റ്റിന് വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി അധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, നമ്മൾ വീട്ടിലുണ്ടാക്കി ഗരം മസാലയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമൊക്കെ വേണം കേട്ടോ. വെള്ളം ഉണ്ടായെങ്കിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ കിടന്ന മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് വേവിച്ചൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം. മൂടി വെക്കുമ്പോൾ തന്നെ നമ്മൾ മൂടി എടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റോസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈ ആക്കി ഉണ്ടാക്കിയിട്ടില്ല, ഏറെ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിൽ.